ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ റൂറൽ വൈബ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്ന ഒരു ലെസൺ ആണ് എ ഡേ അറ്റ് ദി ഫാം. നമുക്ക് നോക്കാം. യു ഹാവ് ഓൾറെഡി റീഡ് ദ സ്റ്റോറി ഓഫ് പാർവതി ഹു ലവ്ഡ് ദ ഫീൽഡ്സ് ദ ട്രീസ് ആൻഡ് ദി പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പാർവതിയുടെ കഥ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതായത് നമ്മുടെ പാറുവിൻ്റെ. അപ്പോൾ പാറു എങ്ങനെയായിരുന്നു? ഹു ലവ്ഡ് ദ ഫീൽഡ്സ്, അവൾക്ക് ഫീൽഡ്സും അതുപോലെ തന്നെ ട്രീസ് പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് 2 kids who go to feed the animals on a farm. അതായത് ഇവിടെ 2 കുട്ടികളുടെ കഥയാണ് പറയുന്നത്. അവരെന്താണ്, അതായത് അവർ ഫാമിൽ അനിമൽസിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ 2 കുട്ടികളുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ലെറ്റ് സി വാട്ട് ഹാപ്പൻസ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. നമ്മുടെ ലെസണിൻ്റെ പേര് എ ഡേ അറ്റ് ദി ഫാം. നോക്കാം നമുക്ക്. വൺ ഡേ ബിൽ ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട് മെഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഡാഡ്സ് ഫാം. അതായത് ഒരു ദിവസം ബില്ല് തൻ്റെ ഫ്രണ്ടായ മെഗിനെ തൻ്റെ ഗ്രാൻഡ് ഡാഡ്, അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഗ്രാൻഡ് ഡാഡ് നീഡ്സ് ഹെൽപ്സ് ഓൺ ഹിസ് ഫാം, ബിൽ സെഡ്. അപ്പോൾ ബില്ല് പറയാണ് ഗ്രാൻഡ് ഡാഡിന്, അതായത് ഗ്രാൻഡ് ഫാദർക്ക് ഫാമിൽ ഒരുപാട് സഹായം ആവശ്യമുണ്ട് എന്ന്. ദ കിഡ്സ് വെൻറ്റ് ടു ദി ഫാം. അങ്ങനെ കുട്ടികൾ, അതായത് ബില്ലും അതുപോലെ തന്നെ മെഗും ഫാമിലോട്ട് പോയി. ഗ്രാൻഡ് ഡാഡ് ഗാവ് ദ കിഡ്സ് സം ജോബ്സ് ടു ഡു. കുട്ടികൾക്ക് അങ്ങനെ ചെറിയ ജോബ് ചെയ്യാൻ അയാൾ കൊടുക്കുകയാണ്. പ്ലീസ് പീൽ ദ ഇയേഴ്സ് ഓഫ് കോൺ ആൻഡ് ദെൻ ഹെൽപ്പ് മീ സോ ദ സീഡ്സ്, ഹി സെഡ്. അതായത് ചോളത്തിൻ്റെ പുറംതൊലി പൊളിച്ച് കളഞ്ഞിൻ്റെ അതിൻ്റെ ഉള്ളിൽ സീഡ്സ് ഉണ്ടല്ലോ, അതായത് വിത്തുകൾ കളക്ട് ചെയ്യാൻ പറയാണ്. ദേ വർ വെരി ഹാപ്പി ടു ഡു ദി വർക്ക്. കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി അവരെ ഏൽപ്പിച്ച വർക്ക് ചെയ്ത് തീർക്കുകയാണ്. നൗ യു ക്യാൻ ഹെൽപ്പ് മീ ഫീഡ് ദി അനിമൽസ് ഇഫ് യു ആർ നോട്ട് ടയേർഡ്, സെഡ് ഗ്രാൻഡ് ഡാഡ്. അങ്ങനെ അതും കഴിഞ്ഞ് ഗ്രാൻഡ് പറയാണ് ഫാമിലുള്ള അനിമൽസിന് ഭക്ഷണം നൽകാൻ സഹായിക്കുമോ എന്ന്. ഇഫ് യു ആർ നോട്ട് ടയേർഡ്, നിങ്ങൾ ക്ഷീണിതരല്ലെങ്കിൽ എന്ന് ഗ്രാൻഡ് പറയാണ്. നോ വി ആർ നോട്ട് ടയേർഡ്, വി ഷാൾ ഹെൽപ്പ് യു, ദ കിഡ് സെഡ് വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസം. അതായത് അപ്പോൾ കുട്ടികൾ വളരെ ഹാപ്പിയോടെ, അതായത് ഇൻട്രസ്റ്റോടു കൂടെ പറയാണ് ഞങ്ങൾ ക്ഷീണിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ ഹെൽപ്പ് ചെയ്യാണ്. ദേ ഫെഡ് ദി ഷീപ്പ് ആൻഡ് ഗീസ്. ഗ്രാൻഡ് ഡാഡ് ഹാഡ് ഓൾ കൈൻഡ്സ് ഓഫ് ആനിമൽസ് ഓൺ ദി ഫാം. അതായത് ഗ്രാൻഡ് ഡാഡിന് പലതരത്തിലുള്ള ആനിമൽസ് അവരുടെ ഫാമിലുണ്ട്. ദേ വെൻറ്റ് വിത്ത് ഹിം ടു ദി ബാൺ ടു കളക്ട് ഹെയർ ഫോർ ദി കൗസ്. അതായത് ഈ ബാണെന്ന് പറഞ്ഞാൽ നമ്മളെ പശുക്കൾക്കൊക്കെ കൊടുക്കാനുള്ള ഫുഡ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. എല്ലാവർക്കും അറിയായിരിക്കും, അത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ബാൺ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഹേ എന്ന് പറയുന്നുണ്ട്, അത് വൈക്കോലാണ്. അങ്ങനെ അവർ ബാണിൽ പോയിട്ട് വൈക്കോലൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദർ ഐ ഹാവ് എ കളക്ഷൻ ഓഫ് ബീസ് ആൾസോ ഷോയിങ് അനദർ സൈഡ് ഓഫ് ദി ഫാം. ഫാമിൻ്റെ മറ്റേ സൈഡ് കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇവിടെ എനിക്ക് കുറച്ച് തേനീച്ചകൾ കൂടെ ഉണ്ടെന്ന്. ഗ്രാൻഡ് ഡാഡ് ആഡഡ് യു നീഡ് നോട്ട് ഫീഡ് ദ ബീസ്, ഡു നോട്ട് ഡിസ്റ്റർബ് ദം. നിങ്ങൾ അവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കണ്ട, അവരെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. അതായത് കുട്ടികളോട് പറയാണ് തേനീച്ചകളെ ശല്യപ്പെടുത്തരുതെന്ന് ഗ്രാൻഡ് ഡാഡ്. ഡു യു നോ വാട്ട് ദ കിഡ്സ് ഡിഡ്. കുട്ടികൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ദേ വെൻറ്റ് നിയർ ദ ബീസ് സീക്രറ്റ്ലി. അവർ ഗ്രാൻഡ് ഡാഡ് അറിയാതെ സീക്രട്ടായിട്ട്, അതായത് രഹസ്യമായി ആ തേനീച്ചക്കൂടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഗ്രാൻഡ് ഡാഡ് ഡിഡ് നോട്ട് നോട്ടീസ് ഇറ്റ്. ഗ്രാൻഡ് ഡാഡ് ആണെങ്കിലോ ഇതൊന്നും ശ്രദ്ധിച്ചതുമില്ല. ബിൽ സ്റ്റെപ്പഡ് ഓൺ എ ലോഗ് ആൻഡ് പീപ്പിഡ് ഇൻ ടു ദി ഹൈവ്. അങ്ങനെ അടുത്തുള്ളൊരു ലോഗ്, അതായത് മരത്തടിയിൽ കയറി അവർ കൂടിനുള്ളിലേക്ക് അങ്ങനെ പീപ്പിഡ് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുകയാണ്. ദേ ആർ സ്ലീപ്പിംഗ്, ഹി ഡിക്ലയർഡ്. നോക്കിയിട്ട് അവന് പറയാണ് അതെ, ആ തേനീച്ചകളൊക്കെ എന്താണ് ഇപ്പോൾ ഉറങ്ങുകയാണെന്ന്. എ സ്ട്രീം ജമ്പ് ഇൻ ടു ഇറ്റ്, ബിൽ സ്ക്രീംഡ്. പെട്ടെന്നൊരു അരുവി കാണാണ്. അപ്പോൾ ബില്ല് പറയാണ് അതിലേക്ക് ചാടുമെന്ന്. ദേ ജമ്പ്ഡ് ഇൻ ടു ദ സ്ട്രീം. അങ്ങനെ അവർ ആ വെള്ളത്തിലേക്ക് ചാടുകയാണ്. അങ്ങനെ അവർ അതിലേക്ക് ചാടിയിട്ടാണ് അവർ ബീസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നത്. ദ ബീസ് ഫ്ലൂ ബാക്ക് ടു ദെയർ ഹൈവ്. അങ്ങനെ ഇവർ വെള്ളത്തിൽ ചാടിയപ്പോൾ എന്താണ്, ആ ബീസൊക്കെ അവരുടെ ഹൈവിൽ തിരിച്ചു പോയി, അതായത് തേനീച്ചക്കൂട്ടിലേക്ക് പോയി. ദ സ്ട്രീം വാസ് നോട്ട് ഡീപ്പ്. ആ ഒരു അരുവി അത്ര ഡീപ്പ്, അതായത് ആയുള്ളതൊന്നും ആയിരുന്നില്ല. ഇറ്റ് സേവ്ഡ് ദ കിഡ്സ് ഫ്രം ദി ആംഗ്രി ബീസ്. ആ ഒരു ദേഷ്യക്കാരായി വന്ന ആ ഒരു തേനീച്ചകളിൽ നിന്ന് ആ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ആ ഒരു സ്ട്രീം ഹെൽപ്പ് ചെയ്തു. ഗ്രാൻഡ് ഡാഡ് റാൻ ടു ദ സ്ട്രീം ആൻഡ് ഹെൽപ്ഡ് ദം ഗെറ്റ് ഔട്ട്. അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് ഡാഡ് ഇത് കണ്ടിട്ട് സ്ട്രീമിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് കുട്ടികൾ അതിൽ നിന്നും പിടിച്ച് കയറ്റാണ്. ഗ്രാൻഡ് ഡാഡ് സെഡ് യു ക്യാൻ ഫീഡ് ദി ആനിമൽസ് ആൻഡ് ഹെൽപ്പ് ദം ബട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് ദം. അപ്പോൾ ഗ്രാൻഡ് ഡാഡ് പറയാണ് കുട്ടികളോട് നിങ്ങൾക്ക് ഇവിടെയുള്ള ആനിമൽസിനൊക്കെ
ഫീഡ് ചെയ്യാം, അതുപോലെ തന്നെ അവരുടെ കൂടെ കളിക്കാം, ഹെൽപ്പ് ചെയ്യുക ഒക്കെ ചെയ്യാം. പക്ഷെ ഒരിക്കലും അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, അതായത് അവരെ ഉപദ്രവിക്കരുതെന്നാണ് പറയുന്നത്. വി ആർ സോറി ദ കിഡ്സ് സെഡ്. അപ്പോൾ കുട്ടികൾ സോറി ഒക്കെ പറഞ്ഞ് അവർക്ക് അവരുടെ തെറ്റൊക്കെ മനസ്സിലായി. ദേ വർ വെറ്റ്, അതായത് അവർ ആ ഒരു അരുവിയിൽ ചാടിയത് കൊണ്ട് തന്നെ അവരാകെ നനഞ്ഞിരുന്നു. ബട്ട് ദേ വർ ഹാപ്പി അറ്റ് ലാസ്റ്റ്, പക്ഷെ അവസാനം അവർ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു ദിവസത്തെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളും സന്തോഷങ്ങളൊക്കെ ഉണ്ട്.